ഷാഫി പറമ്പിൽ രംഗത്ത് വന്ന്, അതായത് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോവുകയും ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുകയും ചെയ്തതോടുകൂടി ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധം ഉയർത്തുന്നു. കുഞ്ഞനന്തനെ ന്യായീകരിച്ച ശൈലജ ടീച്ചറിന് നിങ്ങൾ വോട്ട് കൊടുക്കുമോ എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉയർത്തുന്നു. പക്ഷേ അത് കാലപ്പഴക്കം കൊണ്ട് വേണ്ടത്ര രീതിയിൽ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ രണ്ടാമത്തെ ഒരു പ്രചരണം വരുന്നു. രണ്ടാമത്തെ പ്രചരണമാണ് കോവിഡ് കള്ളി എന്ന തരത്തിൽ ആക്ഷേപിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം വരുന്നു. പക്ഷേ അപ്പോഴും ലോകായുക്തയിൽ കിടക്കുന്ന കേസാണ് UDF അവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയമായി വ്യക്തി അധിക്ഷേപത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ശൈലജ ടീച്ചറിനെ കാണുന്നതും പൗരത്വ വിഷയമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യം, മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് UDFിൻ്റെ സൈബർ ഹാൻഡിലുകൾ തന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു, മുൻപെങ്ങും ഇല്ലാത്ത വിധം എന്നുള്ളതാണ്. അത് ശരിയായിരുന്നു താനും. ചില നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ പ്രാദേശികമായി മത്സരിച്ച ഹരീഷ് നന്ദനം അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.